സത്യമാഷ്, നസീർ സാറ്, വളരെ പ്രഗത്ഭരായിട്ടുള്ള പല നടന്മാരോടൊപ്പം. പിന്നെ അത് കഴിഞ്ഞിട്ട് മരുമകളിൽ അഭിനയിക്കുന്നു. അതിലാണ് നസീർ സാർ വരുന്നത്. നസീർ സാറിനോടൊപ്പം ആദ്യമായിട്ട് അതിലാണ് അഭിനയിക്കുന്നത്. നസീർ സാറിനോടൊപ്പം ആദ്യമായിട്ട് ആ പടത്തിലാണ് മരുമകളിലാണ് അഭിനയിക്കുന്നത്. അപ്പം മരുമകളിൽ നസീർ സാറുണ്ട്, നെയ്യാറ്റിൻകര കോമളമുണ്ട്, ദുർഗാവർമ്മയുണ്ട്, എസ് സി ദേവച്ചനുണ്ട്, നമ്മുടെ രാജൻ ബി ദേവൻ്റെ അച്ഛൻ. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അഭിനയിച്ചിട്ടുണ്ട്. ക്രാമംഗലം സദാനന്ദനുണ്ട്, എൻ്റെ ഗുരുഭൂതനായ ക്രാമംഗലം സദാനന്ദനും ഗുരുനാഥൻ അദ്ദേഹമുണ്ട് അതിൽ. നസീർ സാറിനോടൊപ്പം അഭിനയിച്ചപ്പോൾ ചേട്ടൻ്റെ അനുഭവം എന്തായിരുന്നു? അനുഭവം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. സന്തോഷമുള്ളൊരു കാര്യം. ഞങ്ങളവിടെ ഇന്നലെ കൂട്ടുകാരെ പോലെ അവിടെ കുളത്തിലും പുഴയിലും ഒക്കെ ചാടി കുളിച്ച് നടന്ന് പിള്ളേരെ പോലെ പാചകമൊക്കെ അടിച്ച് ആശ്രമേളവും ഇങ്ങനെ ഞാൻ തയ്യൽക്കാരനുമായിട്ടൊക്കെ എസ് സി ദേവച്ചൻ ഈ മൂത്തും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ക്യാമ്പിലുള്ള പല രഹസ്യം ഒരു കൊച്ചു കുട്ടികളെ പോലുള്ള പറഞ്ഞു. അത്ര വയസ്സിന് അന്ന് അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ആ ഒരു സുഹൃത്ത് ബന്ധം അദ്ദേഹം മരിക്കുന്നതുവരെ എനിക്കുണ്ടായിരുന്നു. പിന്നെ സത്യം മാഷോടൊപ്പം സത്യം സാറിൻ്റെ കൂടെ അഭിനയിച്ചത് ഞാൻ ഇവിടെ വേറെ ഒരു പടത്തിൽ കടത്തുകാരിലാണ് സത്യം സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത്. അതിൽ ഞാൻ ജി കെ പിള്ള ഞങ്ങൾ രണ്ടുപേരും ഒരു വില്ലൻ ട്രൂപ്പ് ഒരു ഈ കള്ളക്കടത്ത് നടത്തുന്ന ഒരു പാർട്ടിയുടെ കൂടെയാണ് ഞാൻ ഒന്ന് ചെയ്തത്. ഞാൻ മനസ്സിലായിട്ടല്ല, ചാകന സിനിമയല്ലേ, ജീവിക്കണ്ടേ, അങ്ങനെ ചെയ്തു. അങ്ങനെ കടത്തുകാരല്ലേ നമ്മുടെ ഹരി ഉണ്ടല്ലോ, അന്ന് നായകൻ അങ്ങനെയാണ്. സത്യം സാർ അദ്ദേഹത്തിൻ്റെ ചേട്ടനാണ്. ഷീലയുണ്ട്, ഹരി ഈ ഡബിങ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന ഹരിയുണ്ട്. അതിൽ അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഷീലാമ്മയുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ സെറ്റിൽപ്പിലുള്ളതാണ് ഷീല. പക്ഷെ അവർ പിന്നീടാണ് അറിയുന്നത് ഇവർ സി ഡി ആയിട്ട് നമ്മുടെ കൂടെ നിന്ന് കാര്യങ്ങളെ ഗ്രഹിച്ച് നസീർ സാറിലേക്ക് പകർത്തി കൊടുക്കുന്ന ഒരു ഒരു ആളായിട്ടാണ് അതിൽ അവർ അഭിനയിച്ചത്. അന്നൊക്കെ ഈ സിനിമകൾ കൂടുതലും സ്റ്റുഡിയോ ഫ്ലോറിനകത്ത് ആണല്ലോ ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഔട്ട്ഡോറിൽ പല പല ലൊക്കേഷൻസിലേക്ക് മാറിയപ്പോൾ അന്നും ചേട്ടൻ അഭിനയിച്ചു. അപ്പം ഈ രണ്ട് സമയങ്ങളിൽ ചേട്ടൻ എന്താണ് അതിനൊരു വ്യത്യാസം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വളരെ ഒരു അനുഭൂതി. നമ്മളൊരു ശ്വാസം പൊട്ടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ ഒരു മുറിയിലാക്കി അടച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഒന്ന് തുറന്നു വിടി ഒരു ഫ്രീ ആകുന്ന ഒരു സന്തോഷമാണ് അതിൽ കിട്ടിയത്. നമുക്ക് മനസ്സ് നിറയെ വലിയ ആഗ്രഹങ്ങളും ഒരുപാട് നമുക്ക് ആ പ്രകൃതിയോട് കൂടി അഭിനയിക്കാനും നമുക്ക് വളരെയധികം ഒരു അനുഭൂതി ഉണ്ടായ ഒരു സംഗതിയാണത്. വളരെ ഇത് നാച്ചുറലായിട്ട് ഇപ്പോൾ ഒരു സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഗുഹയും അല്ലെങ്കിൽ റോഡും അല്ലെങ്കിൽ ഇതൊക്കെ കാണിച്ചാൽ അതും സ്ട്രീറ്റൊക്കെ ആയിട്ട് ഈ ഉള്ള പരിമിതമായ ഇതിൽ നമ്മൾ ഒതുങ്ങിക്കണം. മറ്റാകുമ്പോൾ ശരിയായിട്ട് നമുക്ക് നടന്ന് വരാം, ഓടാം, അല്ലെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു കള്ളനാണ് നമ്മൾ എസ്കേപ്പ് ചെയ്യണമെന്ന് നമുക്ക് ഓടി മറിയാനുള്ള ഒരു നല്ല ഇതൊക്കെ കിട്ടും. കുറെ കൂടെ ഫ്രീ ആയിട്ട് അഭിനയിക്കാം. അത് തന്നെയല്ല അന്ന് ഈ നസീർ സാറ്, സത്യം മാഷ് ഇവരെ ഒന്നും സാധാരണ ജനങ്ങളൊന്നും നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം ലാലേട്ടനെ കണ്ടിട്ടുണ്ട്, മമ്മൂക്കായെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ റോഡിലും സ്ട്രീറ്റിലും ഒക്കെ വെച്ചല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അന്ന് അതിനുള്ള യാതൊരു അവസരവും ഇല്ലല്ലോ ജനങ്ങൾക്ക്. ഇല്ല ഇപ്പോഴൊക്കെയാണ് ഇവരെ ശരി നേരിട്ട് കാണുന്നത്. അപ്പോൾ ചേട്ടന് ഈ സിനിമയ്ക്ക് നിറം വെച്ച് തുടങ്ങിയ കാലമുണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് വന്ന. അപ്പം ആ കാലവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടവും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഈ രണ്ട് കാലഘട്ടത്തിൻ്റെയും ഒരു വ്യത്യാസം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കളർ ഫിലിം പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അഭിനയത്തിന് വലിയ ഇതൊന്നുമില്ല എങ്കിലും കളർ കുറേ നല്ല ക്ലാരിറ്റി കുറച്ചും കൂടെ കാണാനുള്ളൊരു ഭംഗി ഈ കളറിന് ഉണ്ടായി. അപ്പോൾ അത് നമ്മളെ കുറേ കൂടെ ചുവപ്പും ഇതൊക്കെ ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു വലിയ മേക്കപ്പ് ഇടാറുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നല്ല മേക്കപ്പ് ചെയ്യാറ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മേക്കപ്പ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവരും ഈ ഈക്വൽ ഇത് വരുന്നതിന് വേണ്ടി ഈ മേക്കപ്പ് കളർ ടോൺ ഒന്നായിട്ട് വരാൻ വേണ്ടി അത്രേ ഉള്ളൂ. അതിനുവേണ്ടി ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് വേലക്കാരനായിരിക്കും, നമുക്ക് ഇത്രയും ഗ്ലാമറൊന്നും വേണ്ട എന്ന് വിചാരിക്കാൻ, എന്നാൽ ശരി പിന്നെ ഒന്ന് നശിപ്പിച്ചല്ലേ, കളർ അടിച്ച് ചിലപ്പം ഇതായിരിക്കും, ഒന്ന് ബ്ലാക്ക് ചെയ്യും, ഒന്ന് ഡള്ള് ചെയ്യും, അങ്ങനെയൊക്കെ വരാറുണ്ട്. അതിന് വേണ്ടി മേക്കപ്പ് കൂടിയേ തീരൂ. കളറിലാകുമ്പോൾ നമ്മൾ കൂടുതൽ മേക്കപ്പ് ചെയ്യണ്ടാവൊന്നും വേണ്ട,
നമുക്ക് അത്രയും ക്ലാമറോ ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാതെ അങ്ങനെ വിട്ടേക്കാം. അല്ലെങ്കിൽ കുറച്ച് അവിടെ ഡള്ള ചെയ്യാൻ വേണ്ടി കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒട്ടി കവളൊട്ടിയിരിക്കുക, അല്ലെങ്കിൽ ഇതിനെയൊക്കെ എടുത്ത് കുറച്ച് കറുത്തിരിക്കുക. ഒരു വേലക്കാരനാണ്, സർവൻ്റ് ആണെങ്കിൽ അത്രയൊക്കെ അല്ലേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്.